പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും, ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. പറഞ്ഞെന്നേ കാനഡയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കാനഡ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% തീരുവ കാനഡയ്ക്കെതിരെ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പുതിയ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ചൈനയുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചാൽ കാനഡയെ ചൈന ജീവനോടെ വിഴുങ്ങും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം അങ്ങനെയാണ്. ട്രൂത്ത് സോഷ്യലിലാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് കാനഡയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സ്മിത, കൂടുതൽ വിശേഷങ്ങൾ എന്താണ്? ഈ ട്രൂത്ത് സോഷ്യൽ തന്നെ വായിക്കാനൊരു രസമായിട്ടുണ്ട് ഇപ്പോൾ. അതെ, ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ട്രൂത്ത് സോഷ്യലിൽ വരുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഇത് കാനഡയ്ക്കെതിരെയാണ്. 100% താരിഫ് അത് കാനഡയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത് ഏർപ്പെടുത്തും എന്ന് പറയുന്നു. അതിനൊരു കാരണമായത് ചൈനയും കാനഡയുമായുള്ള പുതിയ കരാറിനെ കുറിച്ച് മാർക്കാണി അത് ലോക സാമ്പത്തിക ഫോറത്തിൽ ഉൾപ്പെടെ അത് പറയുകയുണ്ടായി. അത് പറഞ്ഞതിന്റെ പിന്നാലെയാണ് ഈ ഭീഷണി വരുന്നത് എന്നുള്ളതാണ്. ഇതിലെ കൗതുകകരമായ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച ചൈനയിലേക്ക് കാണി പോകുന്നു. ഇവർ തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇരു രാജ്യങ്ങളുമായുള്ള സൗഹൃദം അത് ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്ന് പറയുമ്പോൾ അന്നുണ്ടായ പ്രതികരണം നേരെ തിരിച്ചായിരുന്നു ട്രംപിൻ്റേത്. നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്ന ട്രംപാണ് ഇപ്പോൾ പുതുതായിട്ട് ഇങ്ങനെ ഒരു ട്രൂത്ത് സോഷ്യൽ, അത് പ്രധാനമന്ത്രി എന്ന് പോലും മാക്കാണിയെ വിശേഷിപ്പിക്കുന്നില്ല, ഗവർണർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചൈനയുമായിട്ട് ഒരു പുതിയ ഉടമ്പടിയിൽ ഒപ്പിട്ടാൽ ചൈന കാനഡയെ ജീവനോടെ വിഴുങ്ങും. അവിടുത്തെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും ജീവിതാവസ്ഥകളും അവരുടെ സമൂഹ വ്യവസ്ഥ തന്നെ തകിടം മറിക്കുന്നതാകും ചൈനയുടെ ഇടപെടലെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പറയുന്നത്, ഈ ഒരു രീതിയിൽ വ്യാപാര കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ചൈനയുടെ അല്ലെങ്കിൽ കാനഡയുടെ ഉദ്ദേശം ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഇടത്താവളമായി കാനഡയെ കാണുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കരാർ വന്നാൽ ഉടൻ തന്നെ 100% അധിക തീരുവ അത് ഏർപ്പെടുത്തും കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് എന്നുള്ള ഭീഷണി വരുന്നു. ഇതിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ ഈ ഗോൾഡൻ ഡോം പദ്ധതി, ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഗോൾഡൻ ഡോം പദ്ധതിക്ക് എതിരായി പരസ്യമായി തന്നെ മാർക്കാണി രംഗത്ത് വന്നിരുന്നു. അതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അത് സ്ഥാപിക്കണമെങ്കിൽ ഗ്രീൻലൻഡിനെ സ്വന്തമാക്കണം. ആ രീതിയിൽ ഗ്രീൻലൻഡിന്റെ വിഷയത്തിൽ ട്രംപ് എടുത്ത നിലപാടുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം പരക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണെന്ന് ഓർക്കണം. ഇതിലൊരു പ്രതികരണം മാർക്കാണിയുടേതായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അത് സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം, നമ്മുടെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ലാതെ മറ്റ് രാജ്യങ്ങൾ എന്ത് പറയുന്നു, പ്രവർത്തിക്കുന്നു, അതിൽ നമുക്ക് നിയന്ത്രണമില്ല. നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനും കഴിയില്ല. പക്ഷെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണെന്ന് മാർക്കാണി പറയുകയും ചെയ്തു. ആ പ്രതികരണവും ഇന്ന് ഏറ്റവും പുതുതായിട്ട് എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.